وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല നാം ഒരുമിച്ച് കൂടിയതും പിരിയുന്നതുമെല്ലാം ഒരു സൽക്കർമ്മമായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റജബ്, ശഅബാൻ മാസങ്ങളാണ് നമ്മളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ അല്ലാഹു തആല വലിയ ബർക്കത്ത് നൽകുകയും റമദാൻ മാസം നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന തരത്തിൽ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാനുള്ള വലിയൊരു തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ നാടുകളിൽ ഇങ്ങനെ, പ്രത്യേകിച്ച് കേരളത്തിലും നിങ്ങൾ അറിയുന്ന തരത്തിൽ പല വിഷയങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. റജബുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ കുറച്ച് ചെറിയ തോതിൽ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതായിരുന്നു. ഇനിയും വരുന്ന ദിവസങ്ങൾ അത് പറയും. കേരളത്തിൽ ഇപ്പോൾ പുതിയൊരു വിവാദം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവാം. ഒരു സ്ത്രീയുടെ പരാതി പ്രകാരം ഒരാൾക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് മാത്രമാണ് നമുക്കെല്ലാവർക്കും പറയാനും ആഗ്രഹിക്കാനുമുള്ളത്. അതേ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അവർ പീഡിപ്പിക്കപ്പെടുന്നു, അവർ മറ്റുള്ളവരുടെ മുമ്പിൽ അധിക്ഷേപിക്കപ്പെടുന്നു എന്നൊക്കെയാണ് പലരും പലതരത്തിലുള്ള ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദിവസങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ ഏകദേശം ഒരു വർഷങ്ങൾക്ക് മുമ്പോ മറ്റോ, കേരളത്തിലുണ്ടായിരുന്ന ഒരു സാമൂഹ്യ നിരീക്ഷക, ഒരു എല്ലാ വിഷയങ്ങളും നിരീക്ഷിച്ച് വിഷയങ്ങൾ പറയുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഇതേപോലെ ഒരു പീഡനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരു കേസുണ്ടായപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, സ്ത്രീകൾ കൂടുതലായി പീഡിപ്പിക്കപ്പെടാനുള്ള കാരണം അവരുടെ വസ്ത്രധാരണയാണ് എന്ന്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. പറയുന്നത് സ്ത്രീയാണ്. അതിന് പുറമെ എല്ലാ വിഷയങ്ങളും നിഷ്പക്ഷമായ നിലക്ക് തീരുമാനങ്ങൾ എടുക്കുന്ന, അല്ലെങ്കിൽ ചിന്തിച്ച് വിലയിരുത്തുന്നവരാണ്. മതത്തിൻ്റെ ആളല്ല, മതത്തിന് പുറത്തുള്ളവരാണ്. എന്നിട്ടും അവരൊരു സ്ത്രീയാകുന്ന ഒരു പെണ്ണ് പറയാണ്, സ്ത്രീകൾക്ക് കൂടുതലായും പീഡനം ഏറ്റെടുക്കേണ്ട ഒരു ഗതികേട് വരാനുള്ള കാരണം അവരുടെ വസ്ത്രധാരണയാണ് എന്ന്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? എന്തുകൊണ്ടാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം വസ്ത്രധാരണ നല്ല നിലക്ക് ഇട്ട് നടക്കണമെന്ന് ഇസ്ലാമും അതോടൊപ്പം ബോധമുള്ള ഓരോരുത്തരും പറഞ്ഞു പറയുന്നത് മറ്റുള്ളവരാൽ പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. ഇന്ന് നമ്മൾ നോക്ക്, സാധാരണഗതിയിൽ ഇതുപോലെയുള്ള പോസ്റ്റുകൾക്ക് താഴെ വരുന്ന ഒരു കമൻ്റ് ഉണ്ട്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവാം. പടക്കം പൊട്ടിക്കൽ വലിയ തെറ്റൊന്നുമല്ല. ഇന്നത്തെ നമ്മളുടെ നിയമം അനുസരിച്ച് പടക്കം പൊട്ടിക്കൽ വലിയ തെറ്റൊന്നുമല്ല. അത് കണ്ടു നിൽക്കുന്നവർക്കും കേട്ട് നിൽക്കുന്നവർക്കും ഒക്കെയാണ് ഇപ്പോൾ കേസെടുക്കുക എന്നുള്ളത്. അതായത് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എന്നല്ല, ഏതൊരു കാലത്തും പെണ്ണ് എന്നുള്ളത് എന്നും ഒരു ബിസിനസ് ട്രിക്കാണ്. എല്ലാ സമയങ്ങളിലും, എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ കച്ചവട മേഖലകളിലും ഒരു കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കാണാച്ചരക്കാണ് പെണ്ണ്. അത് പറയുന്നതിൽ നമ്മൾ ആരും തന്നെ ബാക്കോട്ട് പോകേണ്ടതില്ല. കാരണം അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. ഏതെങ്കിലും ഒരു ടെക്സ്റ്റൈൽസിൻ്റെ ഒരു ഉദ്ഘാടനത്തിന് ഫ്ലെക്സിലിടുന്ന ഫോട്ടോ ആരുടേതാണ്? അല്ലെങ്കിൽ ഏതൊരു വിഷയമാണെങ്കിലും ഏതൊരു തരത്തിലും മറ്റുള്ളവർ കാണാൻ വേണ്ടിയാണ് ഫ്ലക്സ് അടിക്കുന്നത് എങ്കിൽ, വേറെ പ്രത്യേകമായ ഒരാളും അതിലേക്ക് വരുന്നില്ല എങ്കിൽ, മോഡലിന് വേണ്ടിയും അല്ലാത്തതിന് വേണ്ടിയൊക്കെ ആരുടെ ഫോട്ടോയാണ് കൂടുതലായും ഇടുക? പെണ്ണിൻ്റെ ഫോട്ടോയാണ്. എന്തുകൊണ്ട്? ആ പെണ്ണിനെ കാണാൻ, ആ പെണ്ണിൻ്റെ മേനി കാണാൻ ആൾക്കാർ കൂടും എന്നതിൻ്റെ കാരണത്താലാണ്. ഇന്ന് ഞാൻ പലപ്പോഴും പലരോടായി നമ്മളുടെ മദ്രസയിലെ കുട്ടികളോടും അല്ലാത്ത നിലക്കൊക്കെ പറഞ്ഞൊരു കാര്യമാണ്, ഒരു പെണ്ണിനിക്ക് ട്രെൻഡിൽ ഉണ്ടാവാൻ, അല്ലെങ്കിൽ അവളൊരു സെലിബ്രിറ്റി ആയി മാറാൻ വലിയ പണിയൊന്നുമില്ല. ഒരു പെണ്ണ് സെലിബ്രിറ്റി ആയി മാറാൻ വലിയ പണിയൊന്നുമില്ല. ഓള് അവിടെ ഇവിടെയും കാണുന്ന വസ്ത്രമിട്ട് റീൽസോ മറ്റോ ചെയ്ത് വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ഒരു വീഡിയോ ഇട്ടാൽ മതി, ആ പെണ്ണ് ട്രെൻഡായിരിക്കും. ഇത് നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കേണ്ട വിഷയമാണ്. സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളാകുമ്പോൾ പെണ്ണ് എന്ന് പറയുന്നത് കാണാൻ ചേരുണ്ടോ ഇല്ലേ എന്നതിന് പുറം അവരുടെ ഘടന തന്നെ മറ്റുള്ളവർ ആകർഷിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധമായ ഇസ്ലാം പറഞ്ഞത് പെണ്ണിനും പെണ്ണ് പുറത്തിറങ്ങുന്ന സമയത്തും ഒരുപാട് നിയമങ്ങൾ വന്നത്.
പള്ളിയിലേക്ക് പോലും കൊണ്ടുവരരുത് എന്ന്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുകയാണ്, ഒന്നിരിക്കെ അല്ലെങ്കിൽ വാലിൻ്റെ സദസ്സിലോ അല്ലാത്ത സദസ്സിലോ ഞാൻ പ്രസംഗിക്കുകയാണ്. ഒരു ഉസ്താദ്, ഒരു സാധാരണ ഒരു മൊയ്യാർ, ഒരു ആണാകുന്ന പുരുഷനാകുന്ന ഒരു ഉസ്താദ് അങ്ങ് പ്രസംഗിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട് സ്വാഭാവികമെന്നോണം പോകും. അതിനപ്പുറം സൈഡ് പെണ്ണുണ്ട് എങ്കിൽ പോലും അവർക്ക് എന്നെ വേറെ തരത്തിലുള്ള ചിന്താഗതികൾ എന്നോട് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്, ഞാൻ എന്നല്ല ഏതൊരാളാണെങ്കിലും. അതേ സമയത്ത് ഇവിടെ നിൽക്കുന്നതൊരു പെണ്ണാണ് എങ്കിൽ അവരുടെ ഘടന അനുസരിച്ച് അവരോട് ആകർഷകമായ ചില ചിന്താഗതികൾ ഒരു മനുഷ്യ സഹജമെന്ന നിലക്ക് ഏതൊരാളിലും ഉണ്ടാകും എന്നുള്ളത് 100% യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് പെണ്ണ് പള്ളിയിൽ വരരുത് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് പെണ്ണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നിബന്ധനകൾ പാലിക്കണമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് പള്ളിയിലേക്കും ഖുതുബക്കും വേണ്ടി പള്ളിക്ക് പ്രത്യേകമായും പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് നിർബന്ധമായ നിലക്കും വരരുത് എന്ന് പറയാനുള്ള കാരണം അവർ മറ്റുള്ളവരാൽ ആക്രമിക്കപ്പെടും എന്ന് ചിന്തിച്ചതുകൊണ്ടാണ്, എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീന നിങ്ങൾ ഈ അടുത്ത് കേട്ടിട്ടുണ്ടാവാം, ലോകത്ത് ഏറ്റവും കൂടുതൽ പെണ്ണിനിക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ പറ്റുന്ന നാട് ഏതാണെന്ന് ലോകാടിസ്ഥാനത്തിൽ ഒരു സർവേ എടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. ആ സർവേയുടെ റിസൾട്ടാണ് മദീനയാണ് ഏറ്റവും കൂടുതൽ പെണ്ണിനിക്ക് സുരക്ഷിതമായി മുന്നോട്ട് പോകാൻ പറ്റിയ ഇടമെന്ന്. എന്തുകൊണ്ടത് കേരളമാകുന്നില്ല? എന്തുകൊണ്ടത് കർണാടകയാകുന്നില്ല? എന്തുകൊണ്ടത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമാകുന്നില്ല? അത് ഇന്ത്യയിലുള്ള പെണ്ണിൻ്റെ കുഴപ്പമല്ല, ഇന്ത്യയിലും കേരളത്തിലും കർണാടകയിലും നമ്മുടെ നാടുകളിലുള്ള നിയമങ്ങൾക്കുള്ള കുഴപ്പമാണ്. നഗ്നതാ പ്രദർശനം തെറ്റാണ് നമ്മളുടെ ഇന്ത്യൻ നിയമപ്രകാരം. എന്നാൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്. എന്താണ് ഈ നഗ്നത? നഗ്നത എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് അവയവം കാണിച്ചാലാണ് നഗ്നത പ്രദർശിപ്പിച്ചു എന്ന് പറയുക? ഇന്ന് വരെ ഈ അടുത്ത് ഇന്നലെയോ മറ്റോ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു, 81% സ്ത്രീകളാണ് നഗ്നതാ പ്രദർശനം കൂടുതലും കാണിക്കുന്നത്. 61% പുരുഷന്മാർ നഗ്നത പ്രദർശിപ്പിക്കുന്നതെന്നാണ്. എന്നാൽ ഇന്ന് വരെ കേരളത്തിലോ കർണാടകയിലോ ഇന്ത്യയിലോ ഒരു പ്രാവശ്യം പോലും ഒരു പെണ്ണിൻ്റെ നഗ്നതാ പ്രദർശനം എന്ന നിലക്ക് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, ആരാണ് ഇന്നിവിടെ കൂടുതലായി നഗ്നത പ്രദർശിപ്പിക്കുക? എന്താണ് ഈ നഗ്നത എന്ന് പറഞ്ഞാൽ? ഏത് അവയവം കാണിച്ചാലാണ് നഗ്നതയായി മാറുക? പെണ്ണിൻ്റെയോ ആണിൻ്റെയോ പുരുഷൻ്റെ ഏത് അവയവം കാണിച്ചാലാണ് നഗ്നതയായി മാറുക? ആണിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുട്ടിൻ്റെ മുകൾ ഭാഗത്തുള്ള ഒന്ന്, ഞാൻ നിങ്ങളോട് സ്നേഹത്തോടു കൂടി ചിന്തിക്കാൻ വേണ്ടി പറയാണ്, ഒരു പുരുഷൻ്റെ ഏത് ഭാഗം കണ്ടാലും വേറൊരാൾക്ക് ആകർഷണീയത തോന്നൂല. അല്ലാഹു തആല അവൻ അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെ അവനെ സൃഷ്ടിക്കാനുള്ള ഒരു കാരണമുണ്ട്. അവനാണ് പുറത്തിറങ്ങി പോവേണ്ടത്, ജോലി ചെയ്യാൻ പോവേണ്ടത് പുരുഷനാണ് എന്ന് ഇസ്ലാം ആദ്യം തന്നെ നിയമത്തിൽ കൊണ്ടുവരാനുള്ള കാരണം അതിനിക്ക് പറ്റിയ ഒരു പ്രകൃതിയിലൂടെ സൃഷ്ടാവാകുന്ന അല്ലാഹു തആല അവനെ സൃഷ്ടിച്ചു എന്നതാണ് കാരണം. എന്തുകൊണ്ട് സ്ത്രീകൾ പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞു? പുറത്തിറങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള പ്രകൃതിയല്ല അല്ലാഹു തആല സ്ത്രീകൾക്ക് നൽകിയിരിക്കുന്നത് എന്ന് ഈ ലോകം സൃഷ്ടിച്ച അല്ലാഹുവാണ് പറഞ്ഞത്. പെണ്ണ് പുറത്തിറങ്ങരുത്, കാരണം പെണ്ണ് പുറത്തിറങ്ങാനുള്ള പ്രകൃതിയിലല്ല ആ പെണ്ണിനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് ലോകം പടച്ച തമ്പുരാൻ പറയാൻ, അല്ലാഹു തആല പറയാൻ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മളുടെ വീട്ടിലുണ്ടാകുന്ന ചെറിയ കുഞ്ഞ്, നിങ്ങളുടെ വീട്ടിൽ ഒരു 5 വയസ്സുള്ള കിടാവും അതേപോലെ ഒരു 3 വയസ്സുള്ള വേറൊരു കുഞ്ഞും ഉണ്ട് എങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പുരയുടെ മുമ്പിലുള്ള ഏതെങ്കിലും ഒരു ഷോപ്പിലേക്കോ മറ്റോ പോകണമെങ്കിൽ ആദ്യമായി നമ്മൾ ആരെ അയക്കാം? ഈ കുഞ്ഞിനെക്കുറിച്ച് നന്നായി അറിയുന്ന ഈ 5 വയസ്സുള്ള മോനെ അയക്കും. കാരണം നമുക്കറിയാം, നമ്മൾ വളർത്തിയെടുക്കുന്ന എൻ്റെ മോൻ 3 വയസ്സുള്ളവനിക്ക് പക്വത എത്തിയിട്ടില്ല, അവനിക്ക് പോകാൻ കഴിയില്ല. ആ പീടികയിലേക്ക് പോയാൽ തന്നെ ഒന്നിരിക്ക് ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടായേക്കാം. 5 വയസ്സുള്ള മോനാണ് വേറെ ഉള്ളത് എങ്കിൽ അവനേക്കും. ഇനി 5 വയസ്സുള്ളതിന് പുറമെ 7 വയസ്സുള്ള വേറൊരുത്തനുണ്ട് എങ്കിൽ 7 വയസ്സുള്ളവനേക്കും. 10 വയസ്സുള്ളവനുണ്ടെങ്കിൽ 10 വയസ്സുള്ളവനേക്കും. കാരണം നമുക്കവരെ കുറിച്ച് മുഴുവനും അറിയാവുന്നത് കൊണ്ട്. അതുപോലെ ലോകം പടച്ച ലോകത്തിൻ്റെ തമ്പുരാൻ, ലോകത്തിൻ്റെ രക്ഷിതാവാണ് അല്ലാഹു തആല. ഈ ലോകം മുഴുവനും പടച്ച് പരിപാലിക്കുന്നവൻ അവനാണ്. ആണിനെയും പെണ്ണിനെയും അവരുടെ ശരീരഘടനയും പ്രകൃതിയും അവരുടെ മനസ്സും ശരീരവും എല്ലാം പടച്ച് അല്ലാഹു തആല പറഞ്ഞു, പെണ്ണ് പുറത്തിറങ്ങരുത്. പെണ്ണ് പുറത്തിറങ്ങുന്നതിലൂടെ പ്രശ്നങ്ങളുണ്ടാകും, ആണാണ് പുറത്തിറങ്ങേണ്ടത് എന്ന്. ലിബറലിസം ചിന്താഗതികൾ അല്ലെങ്കിൽ ലിബറൽ ചിന്താഗതി വന്നവർക്ക് ഇതങ്ങ് പിടിച്ചില്ല. 3 വയസ്സുള്ള കുഞ്ഞിനോട് പുറത്തു പോകരുത് എന്ന് ഉമ്മ പറഞ്ഞത് ആ 3 വയസ്സുള്ള കുഞ്ഞിനോട് എന്തോ ദേഷ്യമുണ്ടായത് കൊണ്ടാണ് എന്ന് അപ്പുറത്തെ വീട്ടുകാരൻ വന്നുകൊണ്ട് ആ
ആ കുഞ്ഞിനിക്ക് ബോധമുണ്ടാകണം, എന്നോടിത് പറയാനുള്ള കാരണം എൻ്റെ ഉമ്മക്കുള്ള സ്നേഹം കൊണ്ടാണ്, അല്ലാതെ അപ്പുറത്തെ വീട്ടുകാരൻ പറയുന്നത് പോലെ എൻ്റെ ഉമ്മക്ക് എന്നോട് എന്തെങ്കിലും പ്രത്യേകമായി ദേഷ്യമുള്ളത് കൊണ്ടല്ല. അതേപോലെ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ പെണ്ണിനെ സൃഷ്ടിച്ച സൃഷ്ടാവ് പറയുന്നു, നീ പുറത്തിറങ്ങരുത് എന്ന് നിന്നോട് പറയാനുള്ള കാരണം നിന്റെ ശരീരം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുമാർ ആ തരത്തിലുള്ള ശരീര ഘടനയല്ല നിനക്ക് ഞാൻ നൽകിയത്. അതുകൊണ്ട് ഞാൻ പറയുന്നു നീ പുറത്തിറങ്ങരുത്. പുറത്തിറങ്ങിയാൽ അതിൻ്റെ ബുദ്ധിമുട്ട് നീ തന്നെ സഹിക്കേണ്ടി വരും. ലിബറൽ ചിന്താഗതിയുള്ളവർ ഇതങ്ങ് കേൾക്കാൻ തയ്യാറായില്ല. എന്താണ് സ്ത്രീ പുരുഷ പുറത്തിറങ്ങലോടുകൂടി ഉണ്ടായത്? എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ഇങ്ങനെ ഉടലെടുക്കാൻ തുടങ്ങി. ഇന്ന് ഈ ശരീര പ്രകടനം കാണിച്ചു കൊണ്ടിരിക്കുന്നവർ, ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നഗ്നതാ പ്രദർശനവും മറ്റുള്ള എല്ലാ വിഷയങ്ങളും ഉണ്ടാകുമ്പോൾ സ്ത്രീയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണ്ടേ? അവളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നഗ്നതാ പ്രദർശനം? ഏത് ശരീരത്തിൻ്റെ ഏത് അവയവം കാണിച്ചാലാണ് നഗ്നതാ പ്രദർശനമാവുക? അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഒരു അവയവം കാണിക്കണ്ട, ആ ശരീരത്തിൻ്റെ ഘടന കാണുന്നത് പോലെ വസ്ത്രം ധരിക്കരുത് എന്ന് പരിശുദ്ധമായ ഇസ്ലാം പറഞ്ഞു. ഏറ്റവും കൂടുതൽ ശരീരത്തിൻ്റെ ഘടന കാണിക്കുന്ന തരത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് സ്ത്രീകളാണ്. ആരെങ്കിലും പുരുഷന്മാരെങ്കിലും ചെറുപ്പക്കാരെ കണ്ടിട്ടുണ്ടോ? ടൈറ്റ് ഫിറ്റ് പാൻറ്റും ഷർട്ടും ഇട്ട് അവൻ്റെ സിക്സ് പാക്കും എല്ലാം കാണുന്ന, ചെസ്റ്റൊക്കെ കാണുന്ന തരത്തിലുള്ളൊരു ഷർട്ട് അങ്ങനെ ഇട്ട് നടക്കൂല. കാരണം അവൻ്റെ മനസ്സിൽ അത് മറ്റുള്ളവർക്ക് കാണിക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാവില്ല. അത് സ്വാഭാവികമാണ്. 3 വയസ്സുള്ള കുഞ്ഞിനിക്ക്, 5 വയസ്സുള്ള കുഞ്ഞിനിക്ക് ഞാൻ പോകുന്നില്ല ഉമ്മ അവനെ അയക്ക് എന്ന് 5 വയസ്സുള്ള കുഞ്ഞ് പറയും. 3 വയസ്സുള്ള കുഞ്ഞ് പറയും ഞാൻ പോകാമെന്ന്. അവൻ്റെ മനസ്സിൻ്റെ ചാപ്പില്യമാണ് അങ്ങനെ പറയുന്നത്. അതുപോലെ ആണാകുന്ന ഒരുത്തനിക്കൊന്നും കാണിക്കണമെന്ന് തോന്നാതിരിക്കുമ്പോൾ കാണിക്കരുത് എന്ന് ഇസ്ലാം പറഞ്ഞ പെണ്ണിനിക്ക് തോന്നും എല്ലാം കാണിക്കണമെന്ന്. അത് കാണിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോഴാണ് സ്ത്രീകൾക്ക് തോന്നുന്നത് നമുക്കെന്തേ കാണിച്ചാൽ, നമുക്കെന്തേ ഒന്ന് പുറത്തിറങ്ങിയാൽ, എന്തേ ഇസ്ലാം മതത്തിൽ അങ്ങനെ നിയമങ്ങൾ കൊണ്ടുവന്നു? എന്തുകൊണ്ട് മദീന ഏറ്റവും നല്ല സുരക്ഷിതമായ നാടായി മാറി? അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം മതത്തിൽ അങ്ങനെയുള്ള നിയമങ്ങൾ വന്നത്. സ്ത്രീകൾ പുറത്തിറങ്ങുന്ന സമയത്ത് പ്രത്യേകമായ ശരീരഘടനകൾ കാണിക്കുന്ന തരത്തിലുള്ള വസ്ത്രം ഇടരുത്. അവരുടെ ശരീരം മുഴുവനും ഔറത്ത് മുഴുവനും മറക്കുന്ന തരത്തിൽ ഉണ്ടാകണമെന്ന് പറഞ്ഞത് ആ പെണ്ണിനിക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് ചിന്തിച്ചാണ്. ഒരു പൂച്ചയുടെ മുമ്പിൽ കൊണ്ടുപോയി നമ്മൾ പാല് വെക്കാൻ, എന്നിട്ട് ആ പൂച്ചയെ നമ്മൾ തല്ലുന്നു പാല് കുടിക്കുന്നതിൻ്റെ കാരണത്താൽ. യഥാർത്ഥത്തിൽ പൂച്ചയുടെ മുമ്പിൽ വെച്ച പാലെടുത്ത് മാറ്റണം. എന്നിട്ടാണ് പൂച്ചയോട് പറയേണ്ടത് കേൾക്കുമെങ്കിൽ അത് കുടിക്കരുത് എന്ന്. ആണിനെ സംബന്ധിച്ചിടത്തോളം അവന് കണ്ടുപോകുമെന്നൊന്നല്ല, കാണൽ എന്തായാലും തെറ്റാണ്. പക്ഷെ എന്തുകൊണ്ട് സ്ത്രീകൾ ഇങ്ങനെയുള്ള വസ്ത്രധാരണകൾ ഉണ്ടാകുന്നു? എന്തുകൊണ്ട് അതിനെതിരായൊരു നിയമം വരുന്നില്ല? അങ്ങനെയുള്ള നിയമം വരുമ്പോഴാണ് ഏറ്റവും നല്ല സുരക്ഷിതമായ നിലയ്ക്ക് കേരളത്തിലും കർണാടകയിലും ഇന്ത്യയിലും എല്ലാ നാടുകളിലും പെണ്ണിനിക്ക് സുരക്ഷിതത്വം ഉണ്ടാവുക. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, ലോകത്ത് ഏറ്റവും കൂടുതലും പെണ്ണിനെ സംരക്ഷിക്കുന്ന മതം ഇസ്ലാമാണ്. പെണ്ണിനെ സംരക്ഷിക്കുന്ന മതം ഇസ്ലാമാണ്. ഇത് ലോകത്തുള്ള എല്ലാവർക്കും ചിന്തിച്ചാൽ മനസ്സിലാകുന്നൊരു കാര്യമാണ്. കാരണം പെണ്ണിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ചിലർക്ക് നിയന്ത്രണങ്ങളാണ് വേണ്ടത്, ചിലർക്ക് ആഘോഷങ്ങളാണ് വേണ്ടത്, മറ്റു ചിലർക്ക് നിയന്ത്രണമില്ലാത്ത ജീവിതമാണ് വേണ്ടത്. നിയന്ത്രണമില്ലാത്ത ജീവിതമാണ് ഒരുത്തനിക്ക് വേണ്ടത് എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ ഒരുത്തിക്ക് വേണ്ടത് എന്ന് വിചാരിച്ച് തോന്നിയതുപോലെ അവളെ അങ്ങ് ജീവിക്കാൻ വിട്ടാൽ അവൾക്കത് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കൺട്രോളുകൾ കൊണ്ടുവരുന്നത്. നിയന്ത്രിക്കപ്പെടണം. ഇത് നിയന്ത്രിക്കപ്പെടുന്നത് അവർക്ക് ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, കുല്ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളോടായി നിങ്ങൾ പറയണം, നബിയെ യഗ്ളൂ മിൻ അബ്സാരിഹിം, അവരവരുടെ കണ്ണങ്ങ് ചിമ്മിക്കൊള്ളട്ടെ. ഹറാമിയത്തങ്ങ് കാണുമ്പോഴേക്ക്, അനാവശ്യമായ ചിന്തകൾ വരുമ്പോഴേക്ക് അവൻ്റെ കണ്ണ് അവൻ ചിമ്മിക്കൊള്ളട്ടെ. വയഹ്ഫദൂ ഫുറൂജഹും, അവരുടെ ഗുഹ്യ ഭാഗങ്ങളോ സംരക്ഷിക്കുകയും വേണം. ദാലിക അദ്കാലഹും, അതവർക്ക് ഏറ്റവും നല്ലതാണ്. അവർ മറ്റുള്ളവരുടെ മുമ്പിൽ മോശപ്പെട്ടവരാകാതിരിക്കാൻ വേണ്ടി, മുമ്പിൽ എന്തൊക്കെ കാണിക്കുന്നുണ്ടോ, ആരൊക്കെ എന്തൊക്കെ ചെയ്തു കൂട്ടുന്നുണ്ടോ, ഒന്നും കാണാത്തതുപോലെ ജീവിക്കാൻ കഴിയുന്ന മുഅ്മിനാരോ അവൻ ഒരിക്കലും തന്നെ ഇങ്ങനെയുള്ള കേസുകളിൽ അകപ്പെടൂല. ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ അവഹേളിക്കുന്ന തരത്തിൽ ഒരു പ്രശ്നവും അവനിക്കുണ്ടാവൂല. കാരണം അവൻ കൺട്രോൾ ചെയ്തു. അങ്ങനെ എല്ലാവർക്കും കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് പെണ്ണിനോട് പറഞ്ഞു, കുൽ മുഅ്മിനാത്ത്, നബിയെ നിങ്ങൾ മുഅ്മിനീങ്ങളാകുന്ന സ്ത്രീകളോട് പറയണം. ലോകത്തുള്ള എല്ലാവരും മുഅ്മിനാകണമെന്നില്ല. ലോകത്ത്
അനുസരിച്ച് ജീവിക്കുന്നവനാകണമെന്നില്ല. അതുകൊണ്ട് മുസ്ലിമീങ്ങളാകുന്നവരെ, യഥാർത്ഥ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നവരോ, യഥാർത്ഥ മുഅ്മിനീങ്ങളോ, അവരെല്ലാവരും തന്നെ കണ്ണ് ഹറാമ് കാണുമ്പോൾ, അന്യ പെണ്ണിനെ കാണുമ്പോൾ കണ്ണ് ചിമ്മുന്നവരായേക്കാം. അവരെ നിങ്ങൾ പേടിക്കേണ്ടതില്ല. എന്നാൽ വേണ്ടതുപോലെ ഇസ്ലാം മതം അനുസരിച്ച് ജീവിക്കാൻ മനസ്സില്ലാത്തവന്, ലിബറൽ ചിന്താഗതികൾ മനസ്സിലുള്ളവര്, എന്തേ ഒന്ന് നോക്കിയാൽ എന്നുള്ള ചിന്തയുള്ളവര്, അവരും നമ്മുടെ നാട്ടിലുണ്ടാവാം. അതുകൊണ്ട് മുഅ്മിനത്താകുന്ന പെണ്ണെ, നീ എന്താണ് നിന്റെ ശരീരത്തിനെ സൂക്ഷിക്കാൻ വേണ്ടി നീ എന്ത് ചെയ്യണമെന്നറിയുമോ? ആ പെണ്ണിനോടും പറയുന്നു, യഅ്ളുന മിൻ അബ്സാരിഹിന്ന. അതേപോലെ തന്നെ പുരുഷന്മാരെ കാണുമ്പോൾ ഹറാമിയത്ത്, നിന്റെ മനസ്സിൽ ഹറാമിയത്തിന്റെ ചിന്ത ഉണ്ടാകുമെന്ന് തോന്നുമ്പോ നീയും ഒന്ന് കണ്ണ് ചിമ്മനെ. വയഹ്ഫളന ഫുറൂജഹുന്ന, നിന്റെ ശരീരത്തിന്റെ പുതിയഭാഗങ്ങള് അത് നീ സൂക്ഷിക്കുകയും ചെയ്യണം. എന്നിട്ട് പറയാണ്, വലാ യുബ്ദീന സീനത്തഹുന്ന, നിങ്ങൾ ഒരിക്കലും തന്നെ നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കരുത്. നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഗം കാണാൻ വേണ്ടി അതിന്റെ പിന്നാലെ നടക്കുന്നവര് നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ടാവാം. അവർക്ക് കാണിച്ചു കൊടുത്താൽ നോക്കുന്നവരായേക്കാം. നീ ഒന്നിരിക്കുക. കാരണത്താൽ തന്നെ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ മുഴുവനും കാണുന്നത് പോലെ സെലിബ്രിറ്റി ആകണോ നമുക്ക്? നമ്മളുടെ പെൺമക്കളെ കാണിച്ചുകൊണ്ടൊരു വീഡിയോ ഇട്ട് നോക്ക്. ഒരു യൂട്യൂബിലൂടെ ചാനൽ തുടങ്ങി 1000ഓളം വരുന്ന നിങ്ങളുടെ വീഡിയോ നിങ്ങൾ ഒറ്റക്കിട്ടാലും അതിനൊന്നും കിട്ടാത്ത ഒരു സെലിബ്രിറ്റി ആകാൻ പറ്റുന്ന തരത്തിലുള്ള ട്രെൻഡിങ്ങോ നിങ്ങളുടെ വീഡിയോകൾക്ക് കിട്ടണമെങ്കിൽ സുന്ദരിയായ നിന്റെ ഭാര്യയെ വെച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്ത് നോക്ക്. സുന്ദരിയായ നിന്റെ മകളെ വെച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്ത് നോക്ക്. കാരണം ഇന്ന് ലോകം മുഴുവനും കാണാൻ നിൽക്കുന്നത് പെണ്ണിനെയാണ്, ആഗ്രഹിക്കുന്നതും പെണ്ണിനെയാണ്. അതുകൊണ്ട് ആ പെണ്ണിനോട് പരിശുദ്ധമായ ഇസ്ലാം പറയുന്നു, മോളെ, ഒരിക്കലും തന്നെ നീ നിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കരുത്. അത് നിനക്കാണ് നല്ലത്. നിനന്റെ ജീവിതം സംരക്ഷിക്കപ്പെട്ടതാകണമെന്നുണ്ടോ? എന്നാൽ നീ അങ്ങ് കണ്ണ് ചിമ്മുക എന്നതിന് പുറമെ നിന്റെ ശരീരം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കരുത്. അങ്ങനെ കാണിച്ചു കൊടുത്താലുള്ള ബുദ്ധിമുട്ട് എന്താണ്? എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് സ്നേഹത്തോടു കൂടി ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താണ്. ഞാൻ ഈ പറയുന്നത് യാഥാർത്ഥ്യമാണ്. നിങ്ങൾ എത്രമാത്രം മനസ്സിലാക്കുന്നറിയില്ല. നമുക്ക് സെലിബ്രിറ്റി ആവാൻ വലിയ പണിയൊന്നുമില്ല ഈ കാലഘട്ടത്തിൽ. നിങ്ങളുടെ മക്കളെ വെച്ച് നിങ്ങളൊരു വീഡിയോ ചെയ്താൽ നിങ്ങൾ സെലിബ്രിറ്റി ആവും. സാധാരണ മദ്രസയിലും അല്ലാതൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നമ്മളുടെ പെൺമക്കൾ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇൻസ്റ്റ എന്ന് നമ്മളുടെ പെൺമക്കൾ പരമാവധി ഉപയോഗിക്കരുത്. സോഷ്യൽ മീഡിയ തീരെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാലൊന്നും അത്ര നല്ലതുമല്ല. ഉപയോഗിക്കാണ്ട് നിൽക്കൂല. അതേസമയം നമ്മളുടെ മക്കളുടെ ശരീര പ്രകടനങ്ങൾ, ശരീരത്തിൻ്റെ ഭാഗങ്ങളോ അവരുടെ മുഖമോ അവരുടെ ഡാൻസോ ഒന്നും അവരുടെ കുലുക്കമോ ഒന്നും കാണിക്കരുത്. അത് കാണിച്ചാൽ കാണാൻ ഒരുപാട് ആളുണ്ടാവാം. അങ്ങനെ കാണുമ്പോൾ നമുക്കും ചെറിയ ഇൻട്രസ്റ്റൊക്കെ തോന്നാം. അതൊന്നും പ്രശ്നമൊന്നുമില്ല. ഏതായാലും കാണാൻ ഒരുപാട് ആൾക്കാരായില്ലേ, സെലിബ്രിറ്റി ആയില്ലേ, ഒന്നിരിക്കെ നിങ്ങളോട് വന്ന് പറഞ്ഞേക്കാം, നിൻ്റെ മോളെ വീഡിയോ ഞാനും കണ്ടിട്ടുണ്ട്, നിൻ്റെ മോള് നല്ല ഉഷാറാണ് എന്നൊക്കെ നിങ്ങളോട് വന്ന് പറയുമ്പോൾ നിങ്ങൾക്കും വലിയൊരു സന്തോഷമൊക്കെ ഉണ്ടാവാം. കുറച്ച് കാലം ഇതങ്ങ് കൂടി പോയാൽ സിനിമയിൽ നിന്നൊക്കെ വലിയ ഒടിയൊക്കെ വരും. അങ്ങനെ സിനിമയിലേക്ക് നിങ്ങളുടെ മക്കൾ എത്തിയെന്ന് വരാം. പിന്നെ സിനിമയിൽ എത്തിക്കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളൊന്നും പിന്നെ പറയേണ്ട. ജീവിതം ഏറ്റവും കൂടുതൽ കുട്ടിച്ചോറായി മാറുന്നത് ഈ സിനിമാ ലോകത്താണ്. ഇതൊക്കെ നിങ്ങൾ ഒരുപാട് അറിയുന്നവരായിരിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നന്നായി നമ്മളുടെ പെൺമക്കളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ മാത്രം ഒരുപാട് നിസ്കരിച്ച് ഒരുപാട് നോമ്പ് നോക്കി നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിച്ച് നിങ്ങളുടെ മക്കൾ അവർക്ക് തോന്നിയതനുസരിച്ചാണ് ജീവിക്കുന്നത് എങ്കിൽ വലിയ വിഷമായിരിക്കും. സ്കൂളിലേക്ക് പോകുമ്പോഴും അല്ലാത്ത സമയത്തൊക്കെ പരമാവധി അവരെ കൺട്രോളാക്കാൻ നോക്കണം. എവിടേക്കാണ് അവർ പോകുന്നത്? സ്കൂളിലേക്ക് കൃത്യമായ നിരക്ക് പോകുന്നുണ്ട്. അവരെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. പണ്ട് നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഉസ്താദ് എന്ന് പറയാൻ കാര്യമില്ല. കാരണം പണ്ട് ഇതൊന്നുമില്ല. ഇതൊക്കെ ഉണ്ടായതിനെ വന്നിരിക്കുക അവരെക്കാളും മോശമായിരിക്കും നമ്മൾ. ഈ അടുത്ത് ഒരാൾ പറഞ്ഞു, ഞാൻ ഈ കാലഘട്ടത്തിൽ കുട്ടിയാവാത്തത്, ചെറിയ കുട്ടി, ഈ ടീനേജിൽപ്പെട്ട ആളാവാത്തത് വലിയൊരു ഭാഗ്യമായി ഞാൻ കാണാണ്. ഞാനും അങ്ങനെ കാണാണ്. നമ്മൾ ഓരോരുത്തരും കാണണം. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി. ഈ സമയത്ത് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെക്കനാണ് എങ്കിൽ, ഒരു +2 പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരെങ്കിൽ നമ്മുടെ ജീവിതം എന്തായി മാറിയാണ്? നമുക്കൊന്നും പണ്ട് കള്ളെന്നൊക്കെ കേട്ടാലാണ് വലിയൊരു പേടി. ഇവ പിന്നെ എന്തൊക്കെയാണ് സാധനങ്ങളെന്ന് നമുക്ക് പോലും അറിയില്ല.
അത് വെക്കുന്നവനിക്കോ ചെയ്യുന്നവനിക്കോ ഒന്നും ആർക്കും അറിയില്ല. കാരണം അത്രമാത്രം മോശമാണ് കാലഘട്ടം. കാലഘട്ടം എന്ന് പറഞ്ഞാൽ കാലത്തിനെ കുറ്റം പറയരുതെന്നാണ്. കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും, അല്ലെങ്കിൽ നമ്മളുടെ പുതിയ തലമുറയെ നശിപ്പിക്കാൻ വേണ്ടി തന്നെ നിൽക്കുന്ന വേറൊരു തലമുറ. അങ്ങനെയുള്ളവരൊക്കെ മോശമായി കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ മക്കളും ഇങ്ങനെ മോശത്തരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഈ പ്രശ്നങ്ങൾ ഉണ്ടായതിന് ശേഷം ആയിപ്പോയല്ലോ ഉസ്താദേനോ ആയിപ്പോയല്ലോ എന്നോ ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല. എല്ലാവർക്കും പറയാനുള്ള എൻ്റെ മോനെ നല്ലതാണെന്നാണ്. എല്ലാവർക്കും ഞാൻ മംഗലം കഴിച്ച് എനിക്കൊരു കുഞ്ഞായി, അത് വലുതായി 10 വയസ്സായി, ഞാനും ആ കുഞ്ഞിൻ്റെ ഉസ്താദിനോട് പറയും എൻ്റെ മോനെ അങ്ങനെ നോക്കാനാണ്, അവനക്ക് ഞാനല്ല പഠിപ്പിച്ചത്. എല്ലാവരും പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. പക്ഷേ എല്ലാവരുടെ മക്കളും അവരുടേതായ തരത്തിൽ നല്ലവരുമാണ്, അവരുടേതായ തരത്തിൽ മോശത്തരം ഉണ്ടാവും. അന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് ഒരുപാട് കാലം കഴിഞ്ഞൊരു 10-20 വയസ്സെല്ലാം ആയതിനു ശേഷം നമ്മൾ കുറേ വിരൽ കടിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. കൺട്രോൾ വിട്ടുപോയാൽ പിന്നെ തന്നിട്ട് പോകലാണ്. അല്ലാഹു തആല നമ്മുടെ മക്കളൊക്കെ നന്നാക്കി തരുമാറാവട്ടെ. അതുകൊണ്ട് ഈ സമയത്ത് തന്നെ നന്നായി കൺട്രോൾ ആക്കണം. പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ സ്കൂളിലും അല്ലാത്ത സമയങ്ങളിലൊക്കെ പോകുന്ന അവരുടെ കൂട്ടുകാരാണ്. ഫോണ് പരമാവധി കൊടുക്കരുത് എന്ന് പറഞ്ഞാലും നിങ്ങൾ കൊടുക്കും, അല്ലെങ്കിൽ അവരെടുക്കും. എന്നാലും ഒന്ന് നോക്കുക, എന്താണ് അവരതിലൂടെയൊക്കെ നോക്കുന്നത്, എന്താണ് അവർ ചെയ്യുന്നത്, ആർക്കാണ് വിളിക്കുന്നത്, ആരോടാണ് സംസാരിക്കുന്നത്, സ്കൂളിലേക്ക് തന്നെ പോകുന്നുണ്ടോ. ഇതൊന്നും ഞാൻ വെറുതെ പറയില്ല എന്ന് നിങ്ങൾക്കറിയാം, പലതും അറിഞ്ഞത് കൊണ്ടാണ്. സ്കൂളിലേക്ക് പോലും പലരും സ്കൂളിൻ്റെ പേര് പറഞ്ഞ് പോകുന്നില്ല, വേറെ ഇടയ്ക്കാണ് പോകുന്നത്. ഞാൻ അത്ഭുതമായിപ്പോയി. ഇന്നലെ 2 ദിവസം മുമ്പ് ഒരാൾ എന്നോട് ഒരു വിഷയം പറഞ്ഞു. ഞാനത് പറയുന്നില്ല എന്താണെന്ന്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചിന്തിക്കുക പോലും ചെയ്യാത്തൊരു വിഷയമാണ് ഞാൻ കേട്ടുപോയത്. അല്ലാഹു തആല നമ്മുടെ മക്കളൊക്കെ നന്നാക്കി തരുമാറാവട്ടെ. അതുകൊണ്ട് നന്നായി പ്രത്യേകിച്ച് സ്കൂളിലേക്കൊക്കെ പോകുന്ന കുട്ടികളെ, പെൺകുട്ടികളെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ആണായാലും പെണ്ണായാലും അല്ലാഹു തആല മക്കളെ കൊണ്ട് കൺകുളിർമയാകുന്നവരിൽ അല്ലാഹു